الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവധിക്കാലം ആരംഭിച്ചതോടുകൂടി ഓരോ രക്ഷിതാക്കളുടെയും ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? എല്ലാവരും ആദിയിലും ബേജാറിലുമാണ്. ഇവിടെയാണ് മക്കളെക്കുറിച്ച് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതെന്താണ്, രക്ഷിതാക്കളെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കളെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രവാചകന്മാർ മക്കളില്ലാതെ വേദനിച്ചപ്പോൾ അവർക്ക് മക്കളുണ്ടെന്നറിയിക്കാൻ വേണ്ടി നിയോഗിച്ച മലക്കുകൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ച വാചകം ഫബശ്ശർന, നാം നിങ്ങളെ സന്തോഷവാർത്ത അറിയിക്കുന്നു എന്നാണ്. മക്കളെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ മക്കള് നമ്മളൊരു നേരത്ത് കാണാതായാൽ നമ്മൾ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. തിരിച്ചെത്തുമെന്ന് പറയുന്ന സമയത്തും തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നൊരു വേദനയും സങ്കടവും അതിൻ്റെ ആഴവും പരപ്പും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമാത്രം നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അത് മക്കൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നതിൻ്റെ ആഴവും പരപ്പും അവൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പരിശുദ്ധമായ ഖുർആൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന് തൻ്റെ മകനോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വിശദീകരിക്കുന്നൊരു വാചകമാണിത്. നൂഹ് നബി അലൈഹിസ്സലാം അതിശക്തമായ വെള്ളപ്പൊക്കം വന്നു.
നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെയും കൂട്ടിയിട്ട് വേഗം രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, വനാദാ നൂഹുൻ റബ്ബഹു. നൂഹ് നബി തൻ്റെ റബ്ബിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. അള്ളാഹുവേ, എൻ്റെ മകനും എൻ്റെ കുടുംബക്കാരിൽ പെട്ടവനാണ്, ഞാൻ അവനെയും കൂടെ കപ്പലിൽ കയറ്റട്ടെ. എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, ഞാൻ അവനെയും കൂടെ എൻ്റെ കപ്പലിലൊന്ന് കയറ്റട്ടെ. അങ്ങനെ കയറ്റിയാൽ നീ രക്ഷപ്പെടുത്തുമെന്നാണല്ലോ നീ പറയുന്നത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം. ആരാണ് മകൻ? ശത്രുപാളയത്തിൽ നിലയുറപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ വിശ്വാസത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വരാത്ത, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ബന്ധു ശത്രുക്കളുടെ കൂടെ ജീവിച്ച തൻ്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ടും ആ മകൻ ആ വിളിക്കുത്തരം ചെയ്തില്ല. ആ മകനെക്കുറിച്ചാണ് തൻ്റെ ശത്രുപാളയത്തിലായിരുന്നിട്ടു കൂടി നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നത്, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, ഞാൻ അവൻ എൻ്റെ കപ്പലിൽ കയറ്റട്ടെ എന്ന്. അത്രമാത്രം സ്നേഹമാണ് മാതാപിതാക്കൾക്ക് മക്കൾക്കോടുള്ളത്. എത്ര ചരിത്രമുണ്ട്! ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എത്ര മനോഹരമാണ്. മകനെ അറുക്കണമെന്ന അതിശക്തമായ കൽപ്പന വന്നപ്പോൾ മകനെ വിളിച്ചിട്ട് പറയുന്ന വാചകം എന്താണ്? മോനെ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിക്കുകയാണ് നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറ. പൊന്നുമോനെ, നിന്റെ അഭിപ്രായം എന്താണ്? സ്നേഹത്തിൽ ചാലിച്ചെടുത്ത വാചകങ്ങൾ കൊണ്ട് അഭിസംബോധന ചെയ്ത പ്രവാചകന്മാരുടെ ചരിത്രം, ഇത്രമാത്രം മക്കളെ സ്നേഹിക്കുന്ന ചരിത്രം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്, പരിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, അടങ്ങാനാവാത്ത സ്നേഹ വായ്പകളെ കുറിച്ച് ഒരുപാട് ചരിത്രം പരിശുദ്ധ ഖുർആനിന് പറയാനുണ്ട്. നമ്മൾ ഓരോരുത്തരും വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്. പലരും പ്രതീക്ഷിക്കുന്നത്, നാളെ ഞാനൊന്ന് കടന്നു പോകുമ്പോൾ എന്നെ നോക്കേണ്ടവനാണവൻ, എനിക്ക് താങ്ങും തണലുമാകേണ്ടവനാണവൻ, എന്നെ സംരക്ഷിക്കേണ്ടവനാണവൻ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ വളർത്തുന്നത്. മക്കളെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണ് സ്വപ്നം കാണുന്നത്. എന്നാൽ എൻ്റെ മുന്നിലിരിക്കുന്നവരോട് മനസ്സു തുറന്ന് എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മകൻ, എൻ്റെ മക്കൾ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവനാകണമെന്ന് ചിന്തിച്ച് നമ്മുടെ മക്കളെ വളർത്താൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ എന്ന ഒരാത്മപരിശോധന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ. കാരണം നമ്മൾ മരിച്ചാലും മുറിയാത്ത അമലുസ്വാലിഹാത്തുകളുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ മക്കളെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദാ മാത്തൽ ഇൻസാൻ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞുപോയി, ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. നിങ്ങൾ നോക്കൂ, നമ്മൾ മരിച്ച് 3 പുണിയിൽ പൊതിഞ്ഞ് പള്ളിക്കാട്ടിലെ കബറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് അവിടെ കല്ല് വെച്ച് പലക വെച്ച് മണ്ണിട്ട് മൂടി എല്ലാവരും തിരിച്ചു പോരും അല്ലേ? ആരും നമ്മുടെ കൂടെ ഇല്ല. പിന്നെ എന്താ നമുക്കുണ്ടാകുക? 3 കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സ്വദഖത്തുൻ ജാരിയ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ കൊടുത്ത സ്വദഖ നമുക്കുണ്ടാകും. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഉപകാരപ്രദമായ അറിവ് നമുക്കുണ്ടാകും. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. നനഞ്ഞ കബറിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, നനഞ്ഞ കബറിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ആകാശത്തിലേക്ക് കൈകളുയർത്തി, പടച്ചോനെ, എൻ്റെ വാപ്പയാണ് കബറ് കിടക്കുന്നത്, അള്ളാഹുവേ കബറ് വിശാലമാക്കി കൊടുക്കണേ അല്ലാ, എൻ്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കണേ എന്ന് മനസ്സറിഞ്ഞ് സജലങ്ങളായ കണ്ണുകളുമായി പ്രാർത്ഥിക്കുന്ന മക്കൾ, അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ അണമുറിയാത്ത സമ്പത്താണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു മക്കൾക്ക് വേണ്ടി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മക്കൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സോപാനങ്ങളിലേക്ക് അയാൾ കയറി കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പം അയാൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? പടച്ചോനെ, ഞാൻ ഇത്രമാത്രം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലെത്താൻ മാത്രമുള്ള അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
എനിക്ക് ഈ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലെത്താൻ എന്തുകൊണ്ടാണ് എനിക്ക് സാധിച്ചത്? അതൊന്ന് പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാണ്. അവിടെ നിന്ന് അള്ളാഹു തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? ബി ഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് സ്വർഗത്തിൽ ഇത്രയും വലിയ ദറജയിലേക്ക് നീ എത്തിയത്. ഇവിടെ ഇരിക്കുന്നവരോട് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി നിസ്കരിക്കുമോ? നമ്മുടെ മക്കൾ അവരുടെ മനസ്സുകളിൽ നന്മകളെക്കുറിച്ച് നല്ല ചിന്തയുണ്ടാകുമോ? നമ്മൾ ആലോചിച്ച് നോക്കണം. രാത്രി 10 മണിക്ക് ശേഷം മകനെ ആ മൊബൈൽ ഒന്ന് എടുത്തു വെക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് മുതലാണ് നമ്മുടെ മകൻ നമ്മളോട് മിണ്ടാതായത്. അന്ന് മുതലാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളോട് മക്കൾ ശത്രുവായി തീർന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ പ്രശ്നമാണോ സഹോദരങ്ങളെ? വലിയ വലിയ പ്രശ്നങ്ങളല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കൃത്യമായ ചിന്തയും ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅലമു, നിങ്ങൾ അറിയണം, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം. നൂഹ് നബി അലൈഹിസ്സലാമിന് തൻ്റെ മകൻ പരീക്ഷണമായിരുന്നു. നമ്മുടെ മക്കൾ നമുക്ക് പരീക്ഷണമാണ്. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് നമ്മുടെ മക്കൾ ശത്രുവായി തീരാതിരിക്കാൻ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, അവരെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണം, അവർക്ക് വളരാൻ ആവശ്യമായ ഇസ്ലാമികമായ ഗാർഹിക അന്തരീക്ഷം നമ്മൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇന്നമിൻ അസ്വാജിക്കും വഔലാദിക്കും മദുവ്വല്ലക്കും, നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. കാല് വളരുന്നുണ്ടോ? കൈ വളരുന്നുണ്ടോ? നടക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ മകൻ ആദ്യമായിട്ട് നടക്കുന്നത് കാണുമ്പോൾ, മകൻ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഒരക്ഷരം അവൻ്റെ നാവെന്ന് ഉച്ചരിക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ കണ്ണെന്ന് വന്നത് കണ്ണീരാ, സന്തോഷത്തിൻ്റെ കണ്ണീര്. ഈ മക്കൾ നാളെ പരലോകത്ത് നമ്മുടെ ശത്രുവായി വരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ഞങ്ങളുടെ കാലിനടിയിലിട്ട് ഞങ്ങൾ അവരെ ഒന്ന് ചവിട്ടട്ടെ എന്ന് നമ്മുടെ മക്കൾ നാളെ പരലോകത്ത് നമുക്കെതിരെ പറയാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ചില ഉത്തരവാദിത്തങ്ങൾ, ക്രിയാത്മകമായ ചില ഇടപെടലുകൾ നമ്മുടെ വീടുകളിൽ ആവശ്യമാണെന്നാണ് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങളും രീതികളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് വഴികേടിലേക്ക് എത്തിപ്പെടുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. വഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്, മജൂസിയാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അവൻ വളരുന്ന സാഹചര്യമാണ് അവനെ നല്ലവനും ചീത്തവനുമാക്കുന്നത്. അപ്പൊ അവർക്ക് വളരാൻ ആവശ്യമായ ഇസ്ലാമികമായ ഗൃഹാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരമെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് പ്രിയപ്പെട്ടവരെ. അത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ വീട് ഇസ്ലാമികമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്ന, പടച്ച റബ്ബിനെ ഓർക്കുന്ന, വിശുദ്ധ ഖുർആനിന്റെ പാരായണമുള്ള, ദിക്റുകളുള്ള, നന്മകളുള്ള വീട് അത് ജീവനുള്ള വീടാണ്. എന്നാൽ അതൊന്നും ഇല്ലാത്ത വീടോ അത് ജീവനില്ലാത്ത വീടാണ്. ആരാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഖ്യ ശത്രു? അത് പിശാചാണ്. പിശാചിന്റെ പണി എന്താണ്? പിശാചിന്റെ പണി എന്താണ്? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുക, കുടുംബം തകർക്കുക, മക്കളെയും മാതാപിതാക്കളെയും മക്കളെയും തെറ്റിക്കുക, നന്മയുടെ മാർഗത്തിൽ നിന്ന് തിന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് പിശാചിന്റെ പണി. ആ പിശാചിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ശത്രുവായ, നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും തെറ്റിക്കുന്ന, നമ്മെയും നമ്മുടെ ഭാര്യയെയും തെറ്റിക്കുന്ന, നമ്മുടെ കുടുംബം കലക്കുന്ന പിശാചിനെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഓടിക്കാൻ പറ്റണം. എങ്ങനെ ഓടിക്കാൻ പറ്റുമെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ഖുർആനിന്റെ പാരായണം നിങ്ങളുടെ വീട്ടിലുണ്ടോ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകും.
അത് എത്ര ചെറിയ വീടാണെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ പടച്ചു നിങ്ങൾക്ക് സമാധാനം തരും. ഇങ്ങോട്ട് നോക്കൂ സഹോദരങ്ങളെ, ഒരു ചെറിയ വീടായിരിക്കും, ഒരു റൂമേ ഉണ്ടാകുള്ളൂ. ഈ റമദാനിലൊക്കെ പല വീടുകളിലും കിറ്റൊക്കെ കൊണ്ട് പോകുമ്പോൾ ചില വീടൊക്കെ കണ്ടപ്പോൾ നമുക്ക് അപ്പോഴാണ് നമ്മളൊക്കെ എത്ര വലിയ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് വരിക. എന്താ അറിയോ സഹോദരങ്ങളെ, ഒരു 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 ചെറിയൊരു തറ മാത്രമേ ഉള്ളൂ, 2 കല്ലുകൾ വെച്ചിട്ട് ചുമരുകൾ, അതിൻ്റെ മുകളിൽ റൂഫ് എന്താ അറിയോ, താർപ്പായ വലിച്ച് കെട്ടിയാണ്. പക്ഷെ അവരവിടെ ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയോ, ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ. എന്തൊരു സമാധാനം എന്നറിയോ, അത് പടച്ചവും കൊടുക്കുന്ന ഒരു സമാധാനമാണ്. നമ്മൾ ശീതീകരിച്ച റൂമുള്ള 2-3 നിലകളുള്ള വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുന്നത്. പക്ഷെ നമ്മളെ അവസ്ഥ എന്താ അറിയോ, ഖബറിന് സമാനമായ കുടുസായ ജീവിതമാണ് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ, പടച്ചോന്റെ റഹ്മത്തും ബറക്കത്തും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് കിട്ടണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ, നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉണ്ടാകണം, ദിക്റുണ്ടാകണം, ആകലുണ്ടാകണം. പക്ഷേ നമ്മുടെ വീടിൻ്റെ സ്ഥിതി എന്താണ്? 24 മണിക്കൂർ അവിടെ സിനിമയാണ്, 24 മണിക്കൂറും വൃത്തികേടുകളാണ്, കാതടപ്പിക്കുന്ന ശബ്ദങ്ങളിൽ സംഗീതമാണ്. DJ പാർട്ടികൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ വീടുകളാണ്. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നാവുക? അമേരിക്കയിലെ പ്രഗത്ഭനായ കുട്ടികൾക്കിടയിൽ പഠനം നടത്തിയ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, ഇൻ വൺ സ്റ്റഡി ടീൻസ് അറ്റ് ദർ ടോപ്പ് ടു സോഴ്സ് ഓഫ് സെക്ഷൽ പ്രഷർ, ടെലിവിഷൻ ഷോ ആൻഡ് മ്യൂസിക്. കുട്ടികൾക്കിടയിൽ പഠനം നടത്തിയപ്പോൾ ടീനേജുകാർ പറഞ്ഞ വാചകം എന്താ അറിയോ, അവർക്ക് ഏറ്റവും കൂടുതൽ ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുക 2 സോഴ്സുകളേ ഉള്ളൂ. ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന 2 സോഴ്സുകൾ, ഒന്ന് ടെലിവിഷൻ ഷോ, 2 മ്യൂസിക്. ഇത് രണ്ടുമാണ് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നത്. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, പുതിയ പഠനങ്ങൾ US-ലാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നു. ഓസ്ട്രേലിയയിൽ നടന്നു, US-ൽ നടന്നുകൊണ്ടിരിക്കുന്നു, പല രാജ്യങ്ങളിലും നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ അറിയോ, അതിനൊക്കെ പറഞ്ഞ കാരണം എന്താ അറിയോ, US-ൽ ഒരു കമ്പനിക്ക് 20 കോടിയോളം ഫൈനിട്ടു. എന്തിനാ ഫൈനിട്ടെന്നറിയോ, ഞങ്ങളുടെ കുട്ടികളുടെ കുട്ടിക്കാലം നശിപ്പിച്ചു. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് 20 കോടിയാണ് ഫൈന് വന്നത്. എന്തിൻ്റെ പേരിലാണെന്നറിയോ, ഞങ്ങളുടെ കുട്ടികളുടെ കുട്ടിക്കാലം അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് കേസ് കൊടുത്തു കോടതിയിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്, നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിലാണ്. 24 മണിക്കൂറിൽ 8ഉം 9ഉം അല്ല 12 മണിക്കൂറോളമാണ് നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം. അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിരാശരാവുകയല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. ക്രിയാത്മകമായ ഇടപെടലുകളാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം മറക്കരുത്. ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. വീട് ഇസ്ലാമികമാകണം. വീട്ടിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വേണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറണം. പിശാച് പറയും, എനിക്കിവിടെ താമസിക്കാൻ സൗകര്യമില്ല. ഭക്ഷണം കഴിക്കുമ്പം ബിസ്മി ചൊല്ലുമ്പോൾ പിശാച് പറയും, എനിക്കിവിടെ കഴിക്കാനുള്ള അന്നവുമില്ല. എന്നാൽ പല വീടിൻ്റെയും അവസ്ഥ, പിശാചിന് ഊണും ഉറക്കവും കൊടുത്ത് പിശാചിനെ കൂട്ടാളിയാക്കി മാറ്റുന്ന വീടുകളായി പല വീടുകളും മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീ മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, നേരത്തെ ഉറങ്ങാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതിലേറ്റവും പ്രധാനമാണ് മാതൃകകളാവുക എന്നത്. നേരത്തെ ഉറങ്ങി കാണിച്ചു കൊടുക്കേണ്ടത് ആരാണ്? വാപ്പയും ഉമ്മയാണ്. നേരത്തെ ഉറങ്ങണം, നിങ്ങളുടെ മൊബൈൽ മാറ്റി വെക്കണമെന്ന് പറയുന്ന മാതാപിതാക്കൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? 12 മണിക്ക്. എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക?
അതിലേറ്റവും പ്രധാനം മാതൃകകളാവുക എന്നത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കാന യുസ്തഹബ്ബു അൻ യുഅഖിറൽ അശാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാഇന് ശേഷമുള്ള ഉറക്കത്തെ, ഇശാഇന് ശേഷമുള്ള സംസാരത്തെ അള്ളാഹുവിൻ്റെ റസൂല് വെറുത്തു. എന്നിട്ട് ഇശാഇന്റെ മുമ്പുള്ള ഉറക്കത്തെയും വെറുത്തു. നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നു. അത് ശീലിക്കണം. ഇന്ന് രാത്രി വൈബാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 12 മണിക്ക് ചായ കുടിക്കാൻ പോവുക, ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ കുട്ടികളുടെ വൈബായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ എത്തിക്കും? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം 13 വയസ്സ് മുതൽ ആരംഭിക്കുന്നു. 13 വയസ്സുള്ള കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കല്ല, ലഹരിയുടെ കച്ചവടക്കാരായി മാറുന്നു. ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ആ നിയന്ത്രണം ആദ്യം നമ്മളിലാണ് കൊണ്ടുവരേണ്ടത്. എന്നിട്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം. മാത്രമല്ല, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 6 ഉപദേശമുണ്ട്. അതിൽ ഒന്നാമത്തെ ഉപദേശം എന്താ അറിയോ? മകനെ വിളിച്ചിട്ട് പറയാൻ, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം. കൊച്ചുപ്രായത്തിൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകന് ഏകനായ സർവാധിനാഥനായ റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവൻ ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ റബ്ബിനോട് എനിക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തത്, നമ്മുടെ മക്കളെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തിയ രണ്ടാമത്തെ കാര്യമാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ. മോനെ, നിനക്കൊരു ഉമ്മയുണ്ട്, നിനക്ക് മാതാപിതാക്കളുണ്ട്. നിന്നെ ഉമ്മ 9 മാസവും 10 ദിവസവും ഗർഭം ധരിച്ചത് ക്ഷീണത്തിന് മേൽ ക്ഷീണമായി കൊണ്ടാണ്. പ്രസവിച്ചത് ലേബർ റൂമിൽ ശരീരത്തിലെ 22ഓളം വരുന്ന എല്ലുകൾ ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചിട്ടാണ് മോൻ്റെ ഉമ്മ മോനെ പ്രസവിച്ചത്. മോനെ വളർത്തി വലുതാക്കുന്നതിൽ ഉമ്മയും ബാപ്പയും വഹിച്ച പങ്ക് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവരെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനെ ആദ്യമായി, രണ്ടാമതായി പഠിപ്പിച്ച മര്യാദ ഇത് നമ്മുടെ മക്കൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂന്നാമത് കൊടുത്ത ഉപദേശം എന്താണ്? മോനെ, നീ എന്ത് ചെയ്താലും, എവിടെ വെച്ച് ചെയ്താലും, ഏത് രഹസ്യ അറകളിൽ വെച്ച് ചെയ്താലും ലോകത്തിന്റെ രക്ഷിതാവ് അത് കാണും, ലോകത്തിന്റെ രക്ഷിതാവ് അത് അറിയും, ലോകത്തിന്റെ രക്ഷിതാവിന്റെ മലക്കുകൾ അത് രേഖപ്പെടുത്തും, അള്ളാന്റെ കോടതിയിൽ അത് ഹാജരാക്കും എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകന് മൂന്നാമതായി കൊടുത്തത്. നാലാമതായിട്ട് മോനെ പഠിപ്പിച്ചെന്തറിയോ? മോനെ, ശരീരത്തിലെ ഈ മനോഹരമായ നമ്മുടെ അവയവങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. 1 സെക്കൻഡ് നമ്മുടെ ശ്വാസം ഒന്ന് നിന്നുപോയാൽ കഴിഞ്ഞു. ബ്ലഡിൻ്റെ എവിടെയെങ്കിലും ഒരു ക്ലോട്ട് വന്നാൽ കഴിഞ്ഞു. നമ്മുടെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു നെർവിനൊരു പ്രശ്നം വന്നാൽ കഴിഞ്ഞു. പാൻക്രിയാസിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ദഹന പ്രക്രിയ അവതാളത്തിലാകും. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാധ്യം അള്ളാഹുവാണ്. അവനെ ഓർക്കണം എപ്പോഴും. എങ്ങനെ ഓർക്കണം? യാ ബുനയ്യ അഖിമിസ്സലാ, 5 നേരം നിസ്കരിച്ചിട്ട് മോനെ പടച്ചോനെ ഓർക്കണം എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം മക്കളെ പഠിപ്പിച്ചു. നമ്മളെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കണം. 5-മത്തെ കാര്യം എന്താ അറിയോ? നിന്റെ ജീവിതത്തിലെ നന്മയിലാണെങ്കിലും നീ തിന്മയിലാണെങ്കിലും നന്മയിൽ ജീവിക്കുകയും തിന്മ ചെയ്യുന്നവരോട് അരുത് എന്ന് പറയാനുള്ളൊരു സന്മനസ് മക്കളെ നിങ്ങൾ കാണിക്കണമെന്ന് മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. 6-മത്തെ കാര്യം എന്താ അറിയോ? ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരണമെന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഉപദേശിച്ചു കൊടുക്കുന്നു. നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ മക്കളെ ആ നന്മയുടെ മാർഗത്തിൽ നിലനിർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരുമാറാകട്ടെ. മരിച്ചാലും നിലക്കാത്ത അമലുകളായി നമ്മുടെ മക്കളെ വലിയൊരു സമ്പാദ്യമാക്കി അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ക്രമീകരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അക്രമങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും ഭീകരപ്രവർത്തനങ്ങളിൽ നിന്നും നമ്മയെല്ലാം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, ആക്സിഡൻറ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ എല്ലാവിധ നന്മകളിലും അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.